കഴിഞ്ഞ ദിവസത്തെ കൺസൾട്ടേഷൻ ഡേയിൽ കുറേ ആളുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ഉമ്മയും ഉപ്പയൊക്കെ പരമ്പരാഗതമായി ദീനി ചിട്ടയിൽ വളരുന്ന ഒരു ഫാമിലിയും അതേപോലെ തന്നെ മക്കൾ കുറച്ചൊക്കെ റഫായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണുള്ളത്. ഒന്നാമത് അവിടുത്തെ സാഹചര്യം, ആ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു പയ്യന് അവന് താമസിക്കുന്ന അവൻ്റെ കൂട്ടുകാരെയൊക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടുകളിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ശക്തമായ രൂപത്തിൽ ലഹരിക്കടിമപ്പെട്ടു എന്ന് മാത്രമല്ല, സിന്തറ്റിക്, സെമി സിന്തറ്റിക്, MDMA ഉൾപ്പെടെയുള്ള രാസലഹരിയിൽ നന്നായിട്ട് അടിമപ്പെട്ടു. അപ്പോൾ ഞാൻ അവനോട് കുറച്ച് സമയം സംസാരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു, എങ്ങനെയാണ് അവൻ ഇതിലേക്ക് വീണതെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവനെ കഞ്ചാവ് ഇങ്ങനെ യൂസാക്കി പിന്നെ MDMA കറക്റ്റ് അവന് നല്ല രൂപത്തിൽ തന്നെ യൂസാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വല്ലാത്തൊരു രൂപത്തിലേക്ക് അടിമപ്പെട്ടു. അവൻ്റെ ആ ഒരു ഫിസിക്ക്, അവൻ്റെ ശരീരം, അവൻ്റെ ബോഡി ഇങ്ങനെ കണ്ടാൽ, അവൻ്റെ മുഖം കണ്ടാൽ തന്നെ തോന്നി ഇവൻ എന്തോ ഒരു നിഗൂഢമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന പോലെ. അവൻ്റെ മുഖമൊക്കെ കണ്ടാൽ തന്നെ ഇവൻ എന്തിനൊക്കെയോ അടിമപ്പെട്ട് ഒരു ചിട്ടയില്ലാത്ത ജീവിതമാണെന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് അവൻ്റെ ശൈലിയൊക്കെ. ഇതൊന്നും അവൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നേരിട്ട് നമ്മളിങ്ങനെ അവൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെയാണെന്ന്. അങ്ങനെ ഞാൻ പേരൻസിനെ മാറ്റിയെടുത്ത് അവനോട് കൃത്യമായിട്ട് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ മനസ്സിലായത്. അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവനക്കത് മാറാൻ വല്ലാത്ത ആഗ്രഹമുണ്ടെന്നും ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അവനിങ്ങനെ പറയും, ഞാനൊരു 2-3 ദിവസം അത് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഞാൻ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാതെ ആരെയും പരിഗണിക്കാതെ നിൽക്കും. പിന്നെ എങ്ങനെയൊക്കെയോ എനിക്കത് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് പറയുന്നത്. എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. എനിക്കെൻ്റെ ഉമ്മയെ കണ്ടുകൂടാ, ഉപ്പയെ കണ്ടുകൂടാ, ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നില്ല, ആരെയും ഒന്നും നല്ലതിലേക്ക് പെരുമാറാൻ കഴിയില്ല. ഇതിനടിമപ്പെട്ട ഇങ്ങനെ തന്നെയാണ്, അതറിയുന്നവർക്കറിയാം. അപ്പോൾ ഒരു സാഹചര്യമാണ് അവൻ അങ്ങനെ ആക്കിയെന്ന് നിഷ്കളങ്കമായിട്ട് അവൻ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ആകുന്നത് അത്തരം സാഹചര്യങ്ങളിലൂടെ ആയതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, ഇത്തരം മക്കളിൽ അവരുടെ ഈ ദുസ്വഭാവം മാറിക്കിട്ടാൻ, അല്ലെങ്കിൽ ചീത്ത സാഹചര്യങ്ങളിൽ വളരുന്നവരുടെ ഈ സ്വഭാവത്തിൽ നമുക്കൊരു ചേഞ്ച് വരാൻ ചെയ്യാൻ പറ്റുന്ന ആത്മീയമായ വഴികളാണ് പറയുന്നത്. നിങ്ങളിത് ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ഇത് കാരണമായിട്ട് ലഭിക്കും. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന പല വിഷയങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന ചില ആത്മീയമായ വഴികളുണ്ട്. അതിൽപ്പെട്ടൊരു വഴിയാണ് ഇന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഇത്തരം അടിമകളായിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതൊന്ന് ചെയ്തു നോക്കാം. നല്ല ഫലം ഇത് കാരണമായിട്ടുണ്ടാകും. ഒരു അത്ഭുതകരമായ രൂപത്തിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അനുസരണാശീലം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ഘടകം. നമ്മുടെ മക്കൾ ഇങ്ങനെ ഇതിലേക്ക് തെറ്റിപ്പോകുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഞാൻ ഈ ഭാര്യ എന്നൊക്കെ പറയുന്നത് പുതിയ കാലം അങ്ങനെയാണ്. എത്രയോ ടീനേജിൽ പെട്ട സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വളർന്നു വരുമ്പം മദ്യപാനികളായി മാറുന്നു, അവർ ഡ്രഗ്സ് യൂസാക്കുന്നു, അവർ ഇതേപോലെയുള്ള രാസലഹരികൾ യൂസാക്കുന്നു. അപ്പോൾ അവരൊക്കെ ഇതിൽ നിന്ന് മാറുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഇണയാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, വേണ്ടപ്പെട്ടവരാവട്ടെ, അനുസരണാശീലമുണ്ടാകുക എന്നുള്ളതാണ്. അനുസരണാശീലമുണ്ടാകാൻ ചെറുപ്പം നാളിൽ നമ്മുടെ കുട്ടികളുടെ നെറ്റിയിൽ യാ ഷഹീദ് എന്ന് പറയുന്ന ഇസ്മ, സാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് തൽക്കാലത്തിന് അതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിൽ പറയാം. ഈ ഇസ്മ ചൊല്ലി ഊതിയാൽ നല്ല അനുസരണശീലമുള്ള, സ്നേഹസമ്പന്നതയുള്ള മക്കളായിട്ട് ആ മക്കൾ മാറുന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ മുതലേ നമ്മൾ ചെയ്തു വരിക. ഇനി പ്രായമായാലും നമുക്കത് ചെയ്യാവുന്നതാണ്. അവരറിയാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. യാ ഷഹീദു യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മാണ്. നല്ല സ്നേഹവും അനുസരണയുള്ള സന്താനങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗ്യമാണ്, ഒരു തൗഫീഖാണ്, വലിയ സൗഭാഗ്യമാണ്.
അത് ഈ നമ്മുടെ മക്കൾ ആ രൂപത്തിലേക്കാകുക എന്നുള്ളത്, ആ മക്കളിൽ നിന്ന് ആ സ്നേഹവും സൗഭാഗ്യവും സന്തോഷവും ലഭിക്കാത്ത മാതാപിതാക്കൾക്ക് അതിൻ്റെ വേദന അറിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലേക്കാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ അവരെ നോക്കി പോറ്റി വളർത്തുന്നത്. ആ രൂപത്തിലേക്കാകുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. നമുക്ക് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് സ്വാധീനമുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ മക്കൾ ഏതൊരു മേഖലയിലും അറിയപ്പെടുന്ന ആളായിട്ട് കാര്യമില്ല. അതൊക്കെ മാതാപിതാക്കൾക്ക് ഉപകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ രൂപത്തിലേക്ക് നല്ല വഴിയിൽ നമ്മുടെ മക്കൾ വരാനും അവരുടെ മനസ്സ് നിത്യമായി സന്തോഷത്തോടെ നിലനിൽക്കാനും നമ്മുടെ മക്കളുടെ മനസ്സ് അത് കൃത്യതയിൽ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ അനുസരണാശീലം എന്നുള്ളത് അതൊരു 32 വയസ്സാകുമ്പോൾ, 40 വയസ്സാകുമ്പോൾ, 28 വയസ്സാകുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ കിട്ടുന്നതല്ല. അത് ചെറിയ നാൾ മുതലേ നമ്മളിങ്ങനെ അവരിലേക്ക് ഇതിനുള്ള ആത്മീയമായ വഴികളും അവരെ മോൾഡ് ചെയ്യേണ്ട രൂപത്തിൽ മോൾഡ് ചെയ്യുകയും വളർത്തുകയൊക്കെ ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ മാതാപിതാക്കളുടെ സമീപന രീതി അനുസരിച്ചാണ് ഓരോ മക്കളും യഥാർത്ഥത്തിൽ നന്മയുടെയും തിന്മയുടെയും വഴികൾ സ്വീകരിക്കുന്നത്. മാതാപിതാക്കൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. മുമ്പ് ഞാനൊരു ചെറിയ കുട്ടിയെ, ഏകദേശം ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയെക്കുറിച്ചുള്ളൊരു കംപ്ലൈൻറ്റ് നമ്മുടെ അടുക്കൽ ആ കുട്ടിയുടെ ഒരു കേസ് വരികയുണ്ടായി. ആ കുട്ടി അനങ്ങിയാൽ തെറിയാണ് പറയുക. അത് ശരിക്ക് ആ കുട്ടിയല്ല പറയുന്നത്, ആ കുട്ടിയുടെ മാതാപിതാക്കളല്ല പറയുന്നത്, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവൻ നന്നായിട്ട് തെറി പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കേട്ടാൽ അറക്കുന്ന, കാതു പൊത്തിപ്പോകുന്ന തെറികളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെയാണ് മാതാപിതാക്കൾ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ അവരെ മക്കളെ നന്മയുടെയും തിന്മയുടെയും വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള എല്ലാ വഴികളിലേക്കും വഴി നടത്തുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയും വളരുന്നത് അവരുടെ മാതാപിതാക്കൾ നൽകുന്ന ശിക്ഷണത്തിൻ്റെ രീതിക്കനുസരിച്ചാണ്. അങ്ങനെ ഒരു കവിത തന്നെ ഉണ്ട് ശരിക്കും. അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളത് അതിന് തുടക്കം മുതലേ ചെയ്യണം, പ്രസവിച്ചത് മുതലേ നമ്മൾ ചെയ്യണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പുണ്യനാമം കുഞ്ഞുമക്കളുടെ നെറ്റിയിൽ ചൊല്ലി ഊതുക. നമ്മൾ പറഞ്ഞത് പ്രസവിച്ച ഉടനെ വാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക. നമ്മളത് ചെയ്യുന്ന ചിട്ടകളുണ്ടല്ലോ, ആ ചിട്ടകളൊക്കെ അതേ രൂപത്തിൽ ചിട്ടയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇതൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ ആത്മീയമായ വഴികളാണ്. ആ കുഞ്ഞ് ജനിച്ച ഉടനെ നല്ല സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽപ്പെട്ട ഒരാൾ, നല്ല സജ്ജനങ്ങളിൽ പെട്ട ഒരാൾ, തീ സ്പർശനമേൽക്കാത്ത, അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തു വരുന്നതാണ്, പഴയകാലം മുതലേ ചെയ്തു വരുന്നതാണ്, നല്ല പുണ്യകർമ്മവും കൂടെയാണ്. തീ സ്പർശമേൽക്കാത്ത മധുരം അവർക്ക് നൽകുക. അതൊക്കെ സ്വാലിഹീങ്ങളൊക്കെ അവരുടെ സ്വന്തം വായിൽ നല്ല ആളുകളൊക്കെ ചവച്ച് അത് മക്കളിലേക്ക് നൽകും. തീ സ്പർശം നൽകാത്ത മധുരം നൽകുക, സ്പർശിക്കാത്ത. അതേപോലെ തന്നെ നല്ല അനുസരണ ശീലമുള്ള മക്കളായി തീരാൻ ഇതൊക്കെ കാരണമാണ്. ജനിച്ച ഉടനെ നമ്മുടെ മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു മാറ്റർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളതൊരു വീഡിയോ ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഗർഭകാലം മുതൽ ശ്രദ്ധിച്ചു പോന്ന് ജനിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കൃത്യമായ ചിട്ടകൾ. ആ ചിട്ടകൾ എന്ന് പറഞ്ഞാൽ അത് പൂർവ്വകാലം മുതൽ പഴയകാലം മുതൽ നമ്മുടെ ഉലമാ പണ്ഡിതന്മാർ സൂഫി വര്യന്മാർ ചെയ്തു പോരുന്ന, അങ്ങനെ ചെയ്തപ്പോഴാണ് ഷാഫി ഇമാമിനെ പോലെയുള്ള മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കൾ ഇവിടെ ഉണ്ടായത്. അത് ഇത്തരം നന്മകളൊക്കെ ചെയ്ത് ഇത്തരം വഴിയിലൂടെ വഴി നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ ആ നല്ല രൂപത്തിൽ അവരാദ്യം കേൾക്കേണ്ടത് ഇന്നതായിരിക്കണം, അങ്ങനെ ഇതാക്കുക. അതേപോലെ തന്നെ പ്രസവിച്ച കുഞ്ഞിൻ്റെ അടുക്കൽ വെച്ച് സൂറത്ത് യൂസുഫിലെ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് ചൊല്ലുക. ഇങ്ങനെയുള്ള ചില ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ ചിട്ടകളൊക്കെ പാലിച്ച് നമ്മുടെ മക്കളെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മക്കൾ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല രൂപത്തിലാക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊരുപാട് രൂപത്തിലുള്ള
വിഷയങ്ങൾ ഇതുപോലെ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് യാ ഷഹീദു യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മ. അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അസ്മാഉൽ ഹുസ്നയിലെ ഇങ്ങനെയുള്ള ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാവുന്ന മനസ്സിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് ലഭിക്കുന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ, നല്ല ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഉപകരിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അസ്മാഉൽ ഹുസ്നെ കാണാതെ പഠിക്കണം, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. അസ്മാഉൽ ഹുസ്നെ ഡെയിലി ഒരു തവണയെങ്കിലും ചൊല്ലണം. അസ്മാഉൽ ഹുസ്നെ ചൊല്ലിയവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.